കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മനോഹർ വന്ദനയെ കാണാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്നപ്പത്തിനും വന്ദന കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മനോഹറിനെ കണ്ട വടി തന്നെ വന്ദന ഇങ്ങനെ നോക്കിയൊന്ന് പുഞ്ചിരിക്കുവാണ്. മനോഹറിന്റെ അത് മാത്രം മതിയായിരുന്നു. ഓ രക്ഷപ്പെട്ടു, ഇവള് വളഞ്ഞു എന്നുള്ള രീതിയിൽ അങ്ങനെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. പിന്നീട് വെച്ച് കുറെ സമയമായി വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ടെന്ന് ചോദിക്കുക. ഇല്ലാന്ന് പറയാണ്. എന്താന്ന് അറിയത്തില്ല, വന്ദനയെ കണ്ടപ്പം മുതൽ എന്റെ നെഞ്ചിനകത്തൊരു ഡിപ്പാന്ന് പറയാണ്. ഞാൻ പറഞ്ഞില്ലേ, മുമ്പ് ഞാൻ വന്ദനയെ കണ്ടിട്ടുണ്ട്. എപ്പോഴാന്നറിയോ? സ്വപ്നത്തിലെന്ന് പറയാണ്. വന്ദന ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ ഇങ്ങനെ നോക്കുവാണ്. അത് പിന്നെ ഞാൻ കഴിഞ്ഞിടയ്ക്ക് സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. ആ സ്വപ്നത്തില് വന്ന ആരെന്നറിയാം? വന്ദനയാ. വന്ദന ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നു. വന്നു കഴിഞ്ഞിട്ട് എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക. പിന്നീട് നമ്മൾ പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, വന്ദനയെ കണ്ടപ്പോൾ എനിക്ക് നല്ല പരിചയം ഉണ്ടല്ലോ എന്ന്. അങ്ങനെ വന്ദന അവസാനം എന്റെ മുന്നിലേക്ക് വന്ന് പെടുകയും ചെയ്തല്ലോ എന്നൊക്കെ പറയുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വന്ദന ഒന്ന് പതുകിന്ന് ചിരിക്കുവാണ്. പിന്നീട് വന്ദനയോട് ചോദിച്ചു, സുഖമാണെന്ന് ചോദിക്കാം. സുഖമാണെന്ന് പറയാണ്. പിന്നീട് വന്ദന ചോദിച്ചു, അല്ല പേരെന്താന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ ഒരു നിമിഷം ഒന്ന് ഞെട്ടി. പിന്നീട് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ജീവൻ. ജീവനാന്ന് പറയാണ്. ഓ നല്ല പേര് എന്നൊക്കെ വന്ദന ആംഗ്യം കാണിക്കുകയാണ്. പിന്നീട് ചോദിച്ചു, കല്യാണം കഴിഞ്ഞാണെന്ന് ചോദിക്കുകയാണ്. കല്യാണോ? എന്റെയോ? എന്റെ അമ്മാവന്മാരും ബന്ധുക്കളൊക്കെ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന്. ഇത് കണ്ടോണ്ട് ഒരു 10-32 വയസ്സ് പറയും. പക്ഷെ എനിക്ക് അത്രയും പ്രായമൊന്നുമില്ല. എനിക്ക് 10-27 വയസ്സുള്ളന്നേ. പക്ഷെ എനിക്ക് വേണ്ടി അവര് കല്യാണം ആലോചിക്കുകയൊക്കെ ചെയ്താ. പക്ഷെ എനിക്കെന്തോ ഒരു പെൺകുട്ടീനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇപ്പൊ വന്ദനയെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയാണ്. വന്ദന എനിക്ക് ചേരുന്ന പെണ്ണാന്ന് എനിക്ക് തോന്നിയെന്ന് പറയാ. വന്ദനയ്ക്ക് എങ്ങനെയാ എന്നെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ വന്ദന പറഞ്ഞു, എനിക്ക് ഇഷ്ടമാന്ന് പറയണ. അല്ല, എനിക്ക് സംസാരിക്കാൻ മേലാത്തോണ്ട് എന്നോട് ഇഷ്ടമുണ്ടോന്ന് ചോദിക്കാം. അതൊന്നും ഒരു കുഴപ്പമില്ലെന്ന് പറയാണ്. എനിക്ക് വന്ദനനെ ഇഷ്ടപ്പെട്ടു. ഒരു പക്ഷേങ്കില് നമ്മൾ രണ്ടുപേരും കൂടെ ജീവിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകും. ഞാൻ പണവോ ഇതൊന്നും അല്ല നോക്കുന്നത്, പെണ്ണിന്റെ സ്വഭാവ ഗുണങ്ങളാ. അതുപോലെ തന്നെ വന്ദനയെ എനിക്ക് ഒറ്റ നോടത്ത് തന്നെ ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് അടിക്കുവാണ് മനോഹർ. എന്നിട്ട് ആ സമയം അവൾ നിന്നങ്ങോട്ട് ചിരിക്കുവാണ്. പിന്നീട് പറഞ്ഞു, അതെ ചെന്ന് കഴിഞ്ഞിട്ട് വിളിക്കണമെന്ന് പറയണം. അയ്യോ വിളിക്കാൻ പറ്റത്തില്ലോ അല്ലേ? അല്ലെ കുഴപ്പമില്ല, മെസ്സേജ് അയച്ചാൽ മതി എന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞ് ടാറ്റയെ കൊടുത്തിട്ട് വന്ദന അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ വന്ദന നേരെ ചെല്ലുന്ന വീട്ടിലേക്ക് കയറി ചെല്ലുവാണ്. അപ്പോഴേക്കും കഥവ് തുറന്നിട്ട് വന്ദനയുടെ അമ്മ വന്നിട്ട് പറഞ്ഞു, അവര് കുറെ സമയമായി വന്ന് കാത്തിരിക്കണേന്ന് പറയണ. അങ്ങനെ മുറിയിലേക്ക് വന്നിട്ട് തലയിലെടുത്ത് വെച്ച വിഗും കാര്യങ്ങളെല്ലാം മാറ്റി അങ്ങനെ എല്ലാം ചുരിദാറൊക്കെ ഊരിയിട്ടിട്ട് ഒരു പാന്റ് ഷർട്ടും ഒക്കെ എടുത്തിടുവാണ്. എന്നിട്ട് പറഞ്ഞു, വന്ദനയല്ലട മനോഹരൻ, ഞാൻ വരുണാന്ന് പറയാണ്. അപ്പൊ വേഷം മാറിയ മായാവ മോഹിനിയുടെ പേര് വരുണെന്നാണ്. അങ്ങനെ വരുൺ നേരെ താഴേക്ക് വരുവാണ്. താഴേക്ക് വരുമ്പോഴത്തേനും കല്യാണിയും നിതയും നിഷയും ജുബാനിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വരുണിനെ കണ്ടതെന്ന് ചോദിച്ചു, അല്ല വേഷം മാറി ഇങ്ങോട്ട് വന്നേ, പെൺവേഷം കെട്ടിക്കൊണ്ട് വരുന്നായിരുന്നല്ലോ, ഇത്തിരോട് നല്ലതെന്ന് ചോദിക്കുവാണ് ജുബാന. ഇത് കേട്ടതും നിഷ പറഞ്ഞേ, അത് വേണ്ട, ഇപ്പൊ ഒരു പെണ്ണ് കാണിച്ചടങ്ങല്ലേ ഇവിടെ നടക്കാൻ പോന്നേ, ആ വേഷം നമുക്ക് പിന്നെ കാണാന്ന് പറയണം. പെണ്ണ് കാണിച്ചടങ്ങോ? അതെ, ഒരാളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. അല്ല മുമ്പ് വരണായിട്ട് എന്നെ കാണാൻ വന്ന സമയത്ത് ഞാൻ ആ മനോഹറിന്റെ പിടി ഉൾപ്പെട്ടിട്ടില്ലായിരുന്നോ? അന്ന് അയാളുടെ ചതിയെ കുടുക്കിടക്കുമായിരുന്നു ഞാൻ. പക്ഷെ അതുകൊണ്ട് അന്ന് കല്യാണം നടക്കാതെ പോയത്. ഇത് കേട്ടതും വരുൺ പറഞ്ഞു, അത് ശരിയാ, എന്റെ അമ്മാവന്റെ മോളല്ലേ നീ, അപ്പൊ പിന്നെ നിന്നെ കെട്ടാൻ എനിക്ക് താല്പര്യമായിരുന്നു. പക്ഷെ അന്ന് നിനക്ക് എന്നോട് അത്ര താല്പര്യമൊന്നും ഇല്ലായിരുന്നു പറയാണ്. പക്ഷെ നിന്റെ കല്യാണം കഴിഞ്ഞു, അതൊക്കെ കല്യാണം കഴിഞ്ഞ് അത് തകർന്നെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. നിന്നെ സ്വീകരിക്കാൻ ഞാൻ വീണ്ടും തയ്യാറായതല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടത് നിഷ പറഞ്ഞു, അത് വേണ്ട, വരണേണ്ട് നല്ലൊരു ജീവിതം ഉള്ളതെന്ന് പറയാണ്. പിന്നീട് നിധയോട് പറഞ്ഞു, ഇതേ ആളിതാണ് ഇരിക്കണേ, എന്തേ വരണേട്ടിന് വേണ്ടി ഞാൻ ആലോചിച്ച് പെൺകുട്ടിയെന്നറിയോ, നിധയാന്ന് പറയണം, വരണേട്ടൻ എന്തുകൊണ്ടും ചേരൂന്ന് പറയാണ്. പിന്നീട് കല്യാണി പറഞ്ഞു, നിധയുടെ കാര്യം വലിയ കഷ്ടത്തിലാണ്. കാരണം മനോഹറിനെ ഒന്ന് സ്നേഹിച്ചു, അത് മാത്രമേ ഉള്ളൂ. 10-12 ദിവസത്തെ അടുപ്പം മാത്രമേ ഉള്ളൂ. പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല, അവള് ചതിയിൽ പെട്ടിട്ടൊന്നും ഇല്ലാന്ന് പറയാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ വരും പറഞ്ഞു, കൂടുതലൊന്നും പറയണ്ട, എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് പറയാം. എനിക്ക് നിധാനെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ ഞാൻ പറഞ്ഞെന്ന് പറയാണ്. അങ്ങനെ അവരിനെ സംസാരിക്കുന്ന സമയത്ത് ജുബാന പറഞ്ഞു, അതെ ഇവർക്ക് രണ്ടുപേർക്കും നമ്മൾ ഇനി എന്തേലും സംസാരിക്കാനുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ, നമുക്ക് അങ്ങോട്ട് മാറിക്കൊടുത്തേക്കാന്ന് പറഞ്ഞ് അവരങ്ങോട്ട് മാറിക്കൊടുക്കുകയാണ്. പിന്നീട് നിധേ വരുണും കൂടെ സംസാരിക്കുകയാണ്. നിധിയോട് വരും പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, എന്തിനും ഏതിനും സപ്പോർട്ടായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും. ഒരുത്തനെ സ്നേഹിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കലും കളങ്കപ്പെട്ടിട്ടില്ല എന്ന് എനിക്കറിയാന്ന് പറയണം. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക. എന്നെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കുക. ഇത് കേട്ടെന്ന് ഇത് പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയണം. പിന്നെ ഒരു കാര്യം, അവനിട്ട് പണി കൊടുക്കാനായിട്ട് ഫുൾ സപ്പോർട്ടോട് ഒരു വരണേട്ടനൊപ്പം ഞാനും ഉണ്ടായിരിക്കും ഇത് പറയാണ്. അങ്ങനെ അവരെല്ലാരും കൂടെ ചേർന്ന് കൈ ഓർക്കുവാണ്. പിന്നീട് കിരണും കല്യാണിയും കൂടെ കാർത്തികനെ കാണുവാണ്. ഈ സമയത്ത് കാർത്തിക് ആ ടെൻഷനായിരുന്നു. കാർത്തികനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി ചോദിച്ചു, എന്താ കാർത്തികേച്ചി കാണണമെന്ന് പറഞ്ഞേ?
അത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറയാം. അല്ല കാര്യം എന്താ? അത് പിന്നെ എന്റെ ആങ്ങളെന്ന് പറഞ്ഞൊരുത്തൻ നടക്കുന്നുണ്ടല്ലോ, ആ ഗംഗാ പ്രസാദ്, അവൻ ജയിലിൽ ചാടിയെന്ന് പറയാണ്. ഏ, ജയിലിൽ ചാടിയോ? അതെ, അവൻ ജയിലിൽ ചാടി. അവന് അധികം വൈകാതെ മിക്കവാറും ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും കിരൺ പറഞ്ഞു, ഇതാണോ? ഇത് നിസ്സാര കാര്യമല്ലെന്ന് ചോദിക്കും. അത് കിരണിന് നിസ്സാരമായിട്ട് തോന്നും. പക്ഷെ അങ്ങനെയല്ല, അവനാണ് വലിയ ദുഷ്ടനാന്ന് പറയണം. അവനെ കുറിച്ച് അറിയത്തില്ലാത്തോണ്ടാ. അവന്റെ ദുഷ്ടത്തരങ്ങൾ കാരണം അച്ഛൻ അവന്റെ പേര് സ്വത്തുക്കൾ പോലും എഴുതി വെക്കായിരുന്നേ. അവൻ അത്രയ്ക്ക് ഒരു പക്ക ഫ്രോഡാന്നുള്ളത് പറയണം. എന്റെ അമ്മേനെ ഇപ്പൊ ടാർജറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങളെ കൊന്നിട്ട് സ്വത്തുക്കൾ കൈക്കലാക്കാൻ അവന്റെ ശ്രമം എന്ന് പറയാം. കല്യാണി പറഞ്ഞു, ഞങ്ങൾ ഉള്ളിടത്തോളം കലയൊന്നും നടക്കില്ല. ആ കാര്യത്തിൽ ഒരു പേടിയും കാർത്തിയേച്ചിക്ക് വേണ്ടെന്ന് പറയണം. പിന്നീട് കല്യാണി പറഞ്ഞു, അല്ല, അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി വിളിച്ചിട്ട് പോലും കാർത്തിയേച്ചി വന്നില്ലോ, അതെന്താന്ന് ചോദിക്കണം. അത് പിന്നെ അത്യാവശ്യം കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് കുഴപ്പമില്ലാന്ന് പറയാണ്. ഞാൻ ഇനി വന്നോളാന്ന് പറയാം. അതെ, സോണിയ ആലിബിയൊക്കെ കാത്തിരിക്കുക കാർത്തിയേച്ചനെന്ന് പറയാം. ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്, അവരെയൊക്കെ കാണുന്നുണ്ടെന്ന് പറയാണ്. പിന്നീട് കാർത്തിയോട് പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക, എന്തിനും ഏതിനും ഞങ്ങൾ ഒപ്പം ഉണ്ടെന്നൊക്കെ കല്യാണിയും കിരണും ഉറപ്പ് കൊടുക്കുകയൊക്കെ ചെയ്യണം. പിന്നീട് കാർത്തിയെ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് കല്യാണി കിരണോട് പറഞ്ഞു, സൂക്ഷിക്കണം. ഒരു പക്ഷേങ്കില് കാർത്തിയേച്ചി പറഞ്ഞോടെ തന്നെ അയാൾ അത്രയ്ക്ക് വലിയ ദുഷ്ടനാണെങ്കിലോ, അതൊന്നും ഓർത്ത് പേടിക്കൊന്നും വേണ്ട കല്യാണി. നമ്മളെല്ലാരും ഒന്നിച്ചല്ലേ, ഒരു കാരണവശാലും ഒന്നും ചെയ്യാനായിട്ടൊന്നും പറ്റില്ല എന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് മനോഹർ ഇങ്ങനെ ആലോചിക്കണം, ഒരു മെസ്സേജ് വിട്ടാലോ വന്ദനയ്ക്ക്. അങ്ങനെ കരുതിയിട്ട് ഫോൺ എടുത്തൊരു മെസ്സേജ് അയക്കുവാണ്. തിരക്കിലാണെന്നൊക്കെ ചോദിച്ചോണ്ട്. ഈ സമയത്ത് വരുൺ ഇങ്ങനെ വെറുതെ ഇരിക്കുവാണ് സെറ്റിയാല്. ആ സമയത്ത് ആ മെസ്സേജ് വരുന്നത്. തിരക്കിലല്ല എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കുവാണ്. അതെ, ഞാനൊരു ഗിഫ്റ്റ് വന്നാൽ സ്വീകരിക്കുമെന്ന്. എന്താ മറുപടി കൊടുക്കണ്ടേ? സ്വീകരിക്കുമെന്ന് അയക്കാം, പക്ഷെ എനിക്ക് ഒരു കാര്യമുണ്ട്, വില കൂടിയതൊന്നും വേണ്ടെന്ന്, ഇച്ചിരി വെയിറ്റ് ഇട്ട് നിൽക്കാം എന്നോർത്തുണ്ട് തിരിച്ച് മെസ്സേജ് അയക്കുവാണ്. അതെ, വില കൂടി ഗിഫ്റ്റ് ഒന്നും വേണ്ടാന്ന്. ഈ സമയത്ത് മനോഹർ അയച്ചു, കല്യാണത്തിന്റെ സമയത്ത് തരാം, നമ്മുടെ എൻഗേജ്മെന്റിന്റെ സമയത്തിന് വില കൂടി ഒരു ഗിഫ്റ്റ് തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുവാണ്. അങ്ങനെ മെസ്സേജ് അയച്ച് കളിക്കുന്ന സമയത്താണ് സരയുവിന്റെ ഫോൺ കോൾ വരുന്നത്. സരയുവിന്റെ കോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ ടെൻഷൻ ആയിപ്പോയി. ഇവരെന്തിനാ പോലും ഈ സമയത്ത് വിളിക്കുന്നത്? മനുഷ്യനെ സമാധാനം കളയാൻ വേണ്ടി കട്ട് ചെയ്ത് വിട്ടു. പിന്നീട് വീണ്ടും വിളിച്ചോണ്ടിരുന്നു. ഇവള് വീണ്ടും വിളിച്ചോണ്ടിരിക്കും. ഓ, ശല്യം, ഇനിയിപ്പോ എന്താ ചെയ്യുന്നേ? എടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും മനുഷ്യനെ വിളിച്ച് ശല്യം ചെയ്തോണ്ടിരിക്കുള്ളൂ. അവസാനം കോൾ എടുത്തിരിച്ചു. മനുഷ്യനെ ജീവിക്കാനും സമ്മതിക്കില്ലെന്ന് ചോദിക്കുക. എന്താ മനുവേട്ട ഇങ്ങനെ പറയണേ? പിന്നല്ലാതെ, നിന്റെ അച്ഛൻ ഒറ്റ എടുത്തം കാരണം ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇവിടെ സമാധാനം തരുന്നതാണോ? അതേ മനുവേട്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മനുവേട്ടൻ ഇന്ന് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ പിന്നെ എന്നെ ജീവനോടെ കാണത്തില്ല. മനുവേട്ടൻ മര്യാദയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നോണം, ഇല്ല ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞൊരു കോള് കട്ട് ചെയ്യണം. ഓ, ഇത് വല്ലാത്തൊരു പ്രശ്നമാണല്ലോ. ആ, തൽക്കാലത്തേക്ക് അവളുടെ അടുത്ത് പോയി കയറാം, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? എവിടെയെങ്കിലും കിടക്കണ്ടേ? ഇനിയിപ്പം വന്ദന ഒന്ന് സെറ്റ് ആവുന്നോടം വരെ സരുവിൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലാം എന്നൊക്കെ കരുതിയിട്ട് നേരെ സരുവിൻ്റെ അടുത്തേക്ക് പോവാണ്. ഈ സമയത്ത് ശാരി ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മനോഹർ അങ്ങോട്ടേക്ക് വന്നു കിടന്നേ. മനോഹറിനെ കണ്ടതും ശാരി, ഓഹോ, നീ വീണ്ടും വന്നോന്ന് ചോദിക്കണം. പിന്നെ വരാതെ എങ്ങോട്ടാ പോണേന്ന് ചോദിക്കണം. എടാ ദുഷ്ടാ, നീ പോയതിന് ശേഷം എൻ്റെ മോള് ഒരാഹാരം പോലും കഴിച്ചിട്ടില്ല, അവള് നിരാഹാരത്തിലാന്ന് പറയാ. ഓ, നല്ല കാര്യം, നിങ്ങളുടെ മോൾക്ക് വിശപ്പില്ലാത്തോണ്ടായിരിക്കും എന്ന് പറയാം. നിനക്ക് എങ്ങനെ പറയാൻ തോന്നടാ എങ്ങനെയെന്ന് ചോദിക്കാം. ഓ, അതൊക്കെ നിങ്ങൾക്ക് ഇത്രമാത്രം വേദനിക്കായിട്ട് നിങ്ങൾ അവളുടെ സ്വന്തം അമ്മയൊന്നുമല്ലോ. എടാ, നിനക്കത് മനസ്സിലാകത്തില്ല ഒരു പോറ്റമ്മയുടെ വിഷമം എന്താന്ന്. അല്ലെങ്കിൽ നിനക്കാരോടും അങ്ങനെ സ്നേഹമൊന്നും ഇല്ലെന്ന് പറയാം. അതെ, എനിക്ക് സ്നേഹമില്ല, എനിക്ക് ഇത്ര സ്നേഹക്കുറവ് തന്നെയാന്ന് പറയണം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ കൂടുതൽ സ്നേഹം എടുത്തോണ്ടെങ്കിൽ ചെല്ലണ്ട. പിന്നെ എന്നെക്കുറിച്ച് എന്തെങ്കിലും സരയനോട് പറയാൻ നിന്നിട്ടുണ്ടല്ലോ, ആ നിമിഷം ഞാൻ ബാക്കി സത്യങ്ങളൊക്കെ അങ്ങോട്ട് തുറന്നു പറയും. പിന്നെ നിങ്ങൾക്ക് സ്വസ്ഥയുടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലാന്ന് പറയാണ്. കുറച്ച് നാളും കൂടെ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പൊക്കോട്ടെ, പക്ഷെ ആ സമയത്തോടെ നിങ്ങൾ അവിവേകം ഒന്നും കാണിച്ചേക്കല്ലെന്ന് പറഞ്ഞിട്ട് മനോഹർ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം ശാരി ഇടിവെട്ടേറ്റ അവസ്ഥയിൽ നിൽക്കുവാണ്. ശാരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ ഇവനെ കൊണ്ട് തോറ്റുപോകുള്ളൂ. ഒന്നെങ്കിൽ ഇവൻ ചാവണം, എങ്കിൽ മാത്രമേ തൻ്റെ മോള് രക്ഷപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ഇവൻ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ മോൾക്ക് അത് അപകടമാണ്. തങ്ങൾ പറയുന്നു, ആരും പറയുന്നൊന്നും അവള് വിശ്വസിക്കാൻ കൂട്ടാക്കില്ല. അവസാനം ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യുക തന്നെയുള്ളൂ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ സമനില എത്തുന്ന പോലെ തോന്നി ശാരിക്ക്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.